എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇവിടെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നൊരു പദം കാണാം. യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം. നമ്മളെല്ലാവരും കൂട്ടായ്മ ആഗ്രഹിക്കുന്നവരാണ്. കൂട്ടായ്മ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. ഞാൻ ഒരിക്കൽ ട്രിനിഡാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഒരു രാജ്യമാണ്. മലയാളികളെ ആരെയും കാണാഞ്ഞ ഒരു രാജ്യമാണ്. എനിക്കൊന്ന് ഞാൻ 17 ദിവസത്തോടെ താമസിച്ചതിൽ ആദ്യത്തെ ഒരു 15 ദിവസം ഒറ്റ മലയാളിയെ പോലും കണ്ടില്ല. എനിക്ക് മലയാളം പറയാൻ കൊതിയുണ്ടെന്ന് തോന്നുന്നില്ല, പറഞ്ഞ് തളർന്നതാണ്. പക്ഷേ എന്നിരുന്നാലും 10-15 ദിവസം ഒരൊറ്റ വ്യക്തിയോട് മലയാളം പറയാൻ ഇല്ലാതായപ്പോൾ എന്തോ ഒരു മനപ്രയാസം പോലെ. 15 ദിവസത്തെ ചരിത്രമേ ഉള്ളൂ. എന്തോ ഒരു മനപ്രയാസം പോലെ. അത് കഴിഞ്ഞാണ് എന്നെ അമേരിക്കയിൽ നിന്ന് ഒരു മലയാളി വിളിച്ച് മലയാളത്തിൽ സംസാരിച്ച. പുള്ളി നിർത്തിയിട്ട് ഞാൻ നിർത്തിയില്ല. സാധാരണഗതിയിൽ ഞാൻ ആദ്യം നിർത്തുന്നത് ഞാൻ ഏത് ടെലിഫോൺ കോൺവെർസേഷനും, പക്ഷെ അന്ന് നിർത്തിയില്ല. കാരണം എൻ്റെ ഭാഷയിൽ എനിക്കുള്ളൊരു കൂട്ടായ്മ. ഒരു സ്ഥലത്ത് ഒരു 50 പശുക്കളും ഒരു 50 എരുമകളും മേയുന്നെങ്കിൽ അടുത്ത് ഒരു പശുവിനെയും എരുമയും കൂടെ അങ്ങോട്ട് വിട്ടാൽ പശുക്കൾ പോയി പശുവിൻ്റെ കൂട്ടത്തിൽ കൂടും, കന്ന് പോയി കന്നും കൂട്ടത്തിൽ കൂടും. അത് മലയാളത്തിൽ ഒരു ഫ്രൈസാണ്. കന്ന് എന്നാൽ കന്നും കൂട്ടത്തിലേ കൂടത്തുള്ളൂ. എനിക്ക് ആരുടെ കൂടെ കൂട്ടായ്മ കാണും? എൻ്റെ കൂടെ സഹകരിക്കുന്നവരുടെ കൂടെ ആയിരിക്കും എൻ്റെ കൂട്ടായ്മ. നമ്മെ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തിനും ഒരു കൂട്ടായ്മ വേണം. മനുഷ്യപുത്രന്മാരോടുകൂടെ കൂട്ടായ്മ കൂടുവാൻ, തൻ്റെ കൂടാരം വെക്കുവാൻ ആഗ്രഹിച്ചവനായ ദൈവം തൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൂടെ ഒരാൾ പോവുകയാണെങ്കിൽ ഇവന്മാർ വിളിക്കും, വാ കളിക്കാൻ വാ. വീട്ടിലാരെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാൽ കളിപ്പാട്ടമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരോട് വിളിക്കും, വാ കാണിക്കാം. കണ്ടു കഴിയുമ്പോൾ കൊടുക്കുകയില്ല, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ വാ കാണിക്കാം. എന്തുണ്ടോ അതിനനുസരിച്ചൊരു കൂട്ടായ്മ ബന്ധം. ഇന്ന് പകൽ യേശുവിന് നമ്മിൽ ചിലരെ കൂടെ തൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുവാനുണ്ട്. തൻ്റെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് വിളിക്കപ്പെട്ടവരാണ് എന്ന ഓർമ്മ മറക്കരുത്. വാക്യങ്ങൾ വായിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 18:20 വായിക്കാൻ വേണ്ടിയല്ല. കർത്താവായ യേശു പറഞ്ഞു, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം നമ്മോട് കൂട്ടായ്മ കാണിക്കുവാൻ, കൂട്ടായ്മ തരുവാൻ ഇങ്ങോട്ടും കൂടെ ഇറങ്ങി വരുന്നവനായ ദൈവമാണ്. നമ്മെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. ഒടുവിൽ ദൈവിക കൂട്ടായ്മയിൽ നാം സ്ഥിരകാലം നിത്യത മുഴുവനും ദൈവത്തോടുകൂടെ ആയിരിക്കേണ്ടതിന് നമ്മെ വിളിച്ചിരിക്കുക. എന്നാൽ ഇന്ന് നമുക്ക് ഈ മണ്ണിൽ കൂട്ടായ്മ ആവശ്യമാകയാൽ യേശു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. അതൊരു വലിയ സംഖ്യയല്ല, തീരെ ചെറിയൊരു സംഖ്യയാണ്. ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് ദൈവസാന്നിധ്യം കാണത്തില്ല, ഉണ്ട്, നിശ്ചയമായും ഉണ്ട്. എന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ദൈവസാന്നിധ്യം ചോദിച്ചുകൊണ്ട് നടന്നാൽ തിരുസാന്നിധ്യം എൻ്റെ കൂടെ നടക്കും. 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും കൂടിയാൽ ആ കൂടിയവരുടെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. ചില വീടുകളിൽ എഴുതി വച്ചിരിക്കുന്നതും ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതുമായ നല്ല ചില വാചകങ്ങളുണ്ട്. ഒന്നിനകത്ത് ദൈവം എൻ്റെ എല്ലാ ഭക്ഷണ മേശയിലും എന്നോടുകൂടെ ഞാൻ കാണാതെ വന്നിരിക്കുന്ന ഒരതിഥിയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ആഹാരവേളയിൽ താൻ എൻ്റെ കൂടെ കൂട്ടാളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഹിതകരമല്ലാത്തത് ഒന്നും തിന്നാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. തിന്നുന്ന കാര്യത്തിൽ അധികം പ്രശ്നം കണ്ടിട്ടില്ല, കുടിക്കുന്നിടത്താണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. കാര്യം സകലതിനകത്തും എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. തൻ്റെ കൂടെ നാം ഒരുമിച്ച് നടക്കുന്നവരാ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും എൻ്റെ സാന്നിധ്യം അവരുടെ നടുവിലുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം വായിക്കാൻ വേണ്ടിയല്ല, ചില വാക്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു വിടാം. വായിക്കാനുള്ളത് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വാക്യങ്ങളായി പോകും, സമയം പോകും. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒരുമിച്ച് എമ്മൗസിലേക്ക് പോയ ചരിത്രം കാണാം. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ സഹോദരന്മാരോട്
തനിക്ക് മുമ്പേ എമ്മൗസിലേക്ക് ഗലീലയിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുകയും 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുകയും ചെയ്തു. യേശു അവരുടെ കൂടെ നടന്നു. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. ഇവരിപ്പോഴും ഗലീലയിലേക്ക് പോകുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ്. യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരിക്കുക. അവരുടെ ഗുരുവിനെ, യജമാനനെ, യേശുവിനെ കൊന്ന കാരണത്താൽ, അതും നീചമായ കുരിശുമരണത്തിൽ കൊന്ന കാരണത്താൽ ലജ്ജിച്ച് തലതാഴ്ത്തി നടക്കുക. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മുഖം കാണിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് തളർന്നു പോകുന്നവരായ ശിഷ്യന്മാരോട് കല്ലറയ്ക്കലെത്തിയ മറിയമാർ ചെന്ന് പറഞ്ഞു, ഗുരു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ കണ്ടു. ഭയങ്കരം, ഞങ്ങൾ കണ്ടു, ഗുരു ഉയർത്തെഴുന്നേറ്റു. ഗുരുവിനൊരു കൽപ്പനയുണ്ട്, എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുകയാണ്, നിങ്ങൾ ഗലീലയിലേക്ക് പോകണം. ഈ വാക്കിൻ്റെ മുമ്പിൽ മാത്രം 2 ശിഷ്യന്മാർ ഇറങ്ങിത്തിരിച്ചു. പത്രോസും യോഹന്നാനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 ശിഷ്യന്മാർ ഇറങ്ങിത്തിരിച്ചു. അവർ ഗലീലയിലേക്ക് അല്ലെങ്കിൽ എമ്മൗസിലേക്ക് പോകുമ്പോൾ, എമ്മൗസ് എന്ന സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ മൂന്നാമതൊരുവൻ അവരുടെ കൂടെ നടന്നു. യേശുവിൻ്റെ നാമത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളിൻ്റെ നടുവിൽ, അവരുടെ നടുവിൽ യേശുവുണ്ട്. മൂന്നാമതൊരാൾ അവരോട് ചേർന്ന് നടന്നു. ഇവരിങ്ങനെ തർക്കിക്കുകയാണ്, മറിയ കണ്ടത് ശരിയാകുമോ, ഇല്യൂഷനായിരിക്കുമോ, സാധ്യതയുണ്ടോ, ചത്തതല്ലേ, നമ്മൾ കണ്ടതല്ലേ, കൊന്നതല്ലേ, ആണി അടിച്ചതല്ലേ, വിലാപ്പുറത്ത് കുത്തിയതല്ലയോ, നമ്മൾ കാണാതിരിക്കുന്നതല്ല, പിന്നെ അവൻ്റെ കല്ലറയ്ക്ക് ഇവിടെ മുദ്ര വെച്ചത് നമ്മൾ കണ്ടതല്ലേ, പടയാളികൾ കാവലുള്ളത് കണ്ടതല്ലേ, ഉയർത്തെഴുന്നേറ്റാൽ പടയാളി പിന്നെയും കുത്തി വീഴ്ത്താതെ ഇരിക്കുമോ എന്ന് വേണ്ട പലതിനെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും കൊണ്ട് അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത മൂന്നാമതൊരുവൻ അവരോട് ചേർന്ന് നടന്നു. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചായി തർക്കിക്കുന്നത്? അവർ പറഞ്ഞു, അയ്യോ, ക്ലയാപ്പാവ് എന്ന് പേരുള്ളവർ, നീ ഒരുത്തൻ മാത്രം ഈ യെരുശലേമിൽ ഇതൊന്നും അറിയാതിരിക്കുന്നു. ഇവിടെ നടന്ന ആദിപ്രസിദ്ധമായ സംഭവമല്ലേ യേശുവിൻ്റെ മരണം. ഞങ്ങൾ അവൻ ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി വന്നവൻ എന്ന് കാത്തിരുന്നു, പക്ഷേ പറ്റിയില്ല, അവനെ കൊന്നുകളഞ്ഞു, അവൻ അടക്കപ്പെട്ടു. യേശു അവരോട് തിരുവെഴുത്തുകളെ ആധാരമാക്കി തൻ്റെ ജനനം, മരണം, പുനരുത്ഥാനം എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. ഇങ്ങനെ യാത്ര ചെയ്ത് ഇവർ പോകുക. ഇവർക്ക് യേശുവിനെ മനസ്സിലാകുന്നില്ല. യേശുവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നുവെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അവർ യേശുവിനെ അറിഞ്ഞില്ല, ഒരുമിച്ച് യാത്ര ചെയ്തു. അവർക്കൊരു കൂട്ടായ്മയുണ്ട്. അവരുടെ കൂട്ടായ്മയിലേക്ക് യേശു ഇറങ്ങി വന്നു. വിളിക്കപ്പെട്ട പ്രത്യേക കൂട്ടായ്മ. അവരിങ്ങനെ നടന്നു പോകുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, വിളിക്കപ്പെട്ട പ്രത്യേക കൂട്ടായ്മ. അവർ തിരിച്ചറിയുന്നില്ല, കാണാതെ വണ്ണം കണ്ണ് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ യേശു അവരോട് തർക്കിക്കുകയും വാദിക്കുകയും തിരുവെഴുത്ത് തെളിയിക്കുകയും ചെയ്തുകൊണ്ട് നടന്നു. അവസാനം അവർ ഒരുമിച്ച് ഒരാഹാരത്തിനിരുന്നു. ഞാൻ ആ ഭാഗം ചുരുക്കുക. ആഹാരത്തിനിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ഒന്ന് വാഴ്ത്തി. യഹൂദന്മാർ ആഹാരം കഴിക്കുന്നതിന് മുന്നമേ ഞങ്ങൾക്ക് ഈ അപ്പം നൽകിയ സാക്ഷാൽ അപ്പമായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. കാണാതെ പഠിച്ച് യഹൂദന്മാർ ചൊല്ലുന്ന എബ്രായ ഭാഷയിലുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനാ പദങ്ങൾ ചൊല്ലിയേച്ച് അവർ അപ്പം ഭക്ഷിക്കത്തുള്ളൂ. ആ പ്രാർത്ഥനയ്ക്ക് 3 സെക്കൻഡ് 4 സെക്കൻഡിൽ കൂടുതൽ എടുക്കത്തില്ല, എളുപ്പം ചൊല്ലിയാൽ. യേശു ആ പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥന ചൊല്ലുകയും യേശു അപ്രത്യക്ഷമാകുകയും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇത് യേശു ആയിരുന്നു. ഒരിക്കൽ ഞാൻ ഇതേ ചർച്ചിൽ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. മണിക്കൂറുകൾ ഒരുമിച്ച് നടന്നെങ്കിലും സംസാരിച്ചെങ്കിലും യേശുവിൻ്റെ പ്രാർത്ഥന എന്ന ഒരു ക്രിയ അവിടെ പ്രകടമായപ്പോൾ അവർക്ക് യേശുവിനെ അധികം മനസ്സിലായി. തിരുവെഴുത്തുകൾ കൊണ്ട് തെളിയിച്ചതിനേക്കാൾ ഉപരി യേശുവിൻ്റെ പ്രാർത്ഥന അവർക്ക് യേശുവിനെ വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്നു. യേശു പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഇവർ അന്യോന്യം ചോദിച്ച ചോദ്യം, ഇത് യേശുവായിരുന്നു സത്യം. അവൻ നമ്മോട് വഴിയിൽ തർക്കിച്ച് വാദിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ദൈവ സാന്നിധ്യത്തിൽ തിരിച്ചറിയാതെ നമ്മുടെ കണ്ണ് നിരോധിക്കപ്പെട്ടിരിക്കുമെങ്കിലും യേശു നമ്മോട് സംസാരിച്ചാൽ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. ഇന്ന് പകലും ദൈവിക സാന്നിധ്യത്തിൽ യേശു ഒരു വ്യക്തിത്വത്തോട് സംസാരിച്ചാൽ, യേശുവാണെന്ന് അറിയത്തില്ല, നിങ്ങൾ കാണുന്നത് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യരൂപമാണ്, നിങ്ങൾ കേൾക്കുന്നത് ഈ ലൗഡ് സ്പീക്കറിൽ കൂടെ വരുന്ന സൗണ്ടാണ്. എന്നാൽ യേശു നിങ്ങളോട് സംസാരിച്ചാൽ ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരുന്നേക്കാം. ചില ഹൃദയങ്ങളോട് ദൈവം ഇടപെട്ടെന്ന് വരാം. പലപ്പോഴും ശരീരത്തൊരു രോമാഞ്ചം ഉണ്ടാകുമാറ്, ഹൃദയത്തിലൊരു തുടിപ്പുണ്ടാകുമാറ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന പലരും നമ്മുടെ നടുവിലുണ്ട്. ദൈവം ഇടപെടുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. തൻ്റെ കൂട്ടായ്മയിൽ ഹൃദയം കത്തുന്ന അവസ്ഥകൾ കാണും. തൻ്റെ കൂട്ടായ്മ തിരിച്ചറിയത്തക്കതാണ്, അത് വൈബ്രൻ്റാണ്, അത് തിരിച്ചറിയത്തക്കതാ. യേശു ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പറയാൻ കഴിയും. കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്, ഒരു രോഗശാന്തി ഞാൻ കണ്ടതാണ്, ഒരു വിടുതൽ ഞാൻ അനുഭവിച്ചതാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടതാണ്. എൻ്റെ ഹൃദയം
കത്തിക്കൊണ്ടിരുന്നു. ദൈവം ഇടപെട്ടാൽ ആ സാന്നിധ്യത്തിൽ ഇതുണ്ട്. തൻ്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇന്ന് പകൽ തമ്പുരാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് കൂട്ടായ്മ കാണിപ്പാനാണ്. നമ്മോടുകൂടെ ഇരിപ്പാൻ ആശയുള്ള ദൈവം ഇന്ന് നമ്മോടുകൂടെ ഇരിക്കുന്നു. നാം അവനോടുകൂടെ ഇരിക്കുന്നു. നാം ഒരുമിച്ചാണ് കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. അപ്പോസ്തല പ്രവൃത്തി 4:13 നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നറിഞ്ഞു. ഇത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിൻ്റെ അടുത്ത ദിവസം പത്രോസും യോഹന്നാനും രണ്ടുപേരും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ പടിക്കലെത്തി. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ, ഭിക്ഷയാടനത്തിന് വേണ്ടി സ്ഥിരം അവിടെ ഇരുന്നിരുന്ന ഒരു മനുഷ്യൻ, അന്ന് ഇവരുടെ ശുശ്രൂഷയിൽ സൗഖ്യമായി. പാസ്റ്റർ ജോൺസ് മാത്തൻ എന്ന ദൈവദാസൻ ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞ ഒരാശയം എൻ്റെ ആയുസ്സിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരുപാട് പ്രാവശ്യം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ കൂടെ പോയി കാണും. കാര്യം യേശു ദേവാലയത്തിൽ എല്ലാ ആഴ്ചയും പതിവായി പോകുമായിരുന്നു. ഇവനെയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഭിക്ഷയാചിക്കാൻ അവിടെ കൊണ്ടിരുത്തിയിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ യേശു പോകുമ്പോഴെല്ലാം ഈ ഭിക്ഷക്കാരൻ അവിടെ ഇരുന്നതാണ്. തമ്പുരാൻ പോയിട്ടും ഇവനെ സൗഖ്യമാക്കാതെ വിട്ടു. യേശുവിൻ്റെ അടുക്കൽ ചെന്ന എല്ലാവരെയും സൗഖ്യമാക്കിയെന്ന് നാം ഒരർത്ഥത്തിൽ പറയാറുണ്ട്. പക്ഷേ യേശു ഇതുവഴി കയറി ഇറങ്ങിയിട്ടും 3 വർഷത്തോളം ഇത് പരസ്യ ശുശ്രൂഷ നടത്തിയിട്ടും ഈ മനുഷ്യനെ തൊട്ടിട്ടില്ല. ഇവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്തായിരിക്കാം? പാസ്റ്റർ ജോൺസ് മാത്തൻ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പുറകെ വരുന്ന പത്രോസിൻ്റെ ശുശ്രൂഷ തെളിയിപ്പാൻ ഒരു ചാൻസ് വേണ്ടേ? അതുകൊണ്ട് പത്രോസിന് വേണ്ടി കരുതിയതാകാം ഈ പുള്ളി അവിടെ ഇരുത്തിയതെന്ന്. ഈ പട്ടണത്തിൽ ഒരുപാട് പേര് ശുശ്രൂഷിച്ച ഇടത്ത് നിങ്ങളെ കൊണ്ടൊന്ന് തെളിയിക്കുവാൻ ദൈവം ചിലത് നിങ്ങളുടെ മുമ്പിൽ വെച്ചേക്കും. എന്നെക്കൊണ്ട് തെളിയിക്കുവാൻ എൻ്റെ മുമ്പിൽ വിട്ടുതരും. മുന്നോട്ട് വരട്ടെ. പത്രോസും യോഹന്നാനും കൂടെ അവിടെ എത്തി. ഈ മനുഷ്യനെ കണ്ടു, അവനെ അങ്ങ് സൗഖ്യമാക്കി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ ബലാൽക്കാരേണ പിടിച്ചെടുത്ത് സ്ഥാപിക്കുമെന്നാണ് ദൈവപ്രമാണം. ഞാൻ നമ്മുടെ ചർച്ചയിൽ അധികം പ്രാവശ്യം അത് വിശദീകരിച്ചിട്ടില്ല. യാത്രകളിൽ പലപ്പോഴും ഞാനിത് തൊടാറുണ്ട്, ഞാൻ വിശദീകരിക്കാറുണ്ട്. പത്രോസും യോഹന്നാനും കൂടെ വരുമ്പോൾ തൻ്റെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ പടിക്കലിരിക്കുന്നു ഒരുത്തൻ. ഇവൻ്റെ 2 കാലും മുടന്താണ്. ഇവൻ അമ്മയുടെ ഗർഭം മുതൽ നടന്നിട്ടില്ല. ഒരു ഭയങ്കര ആശയം ഇവിടെ ഓർത്തോണം. ഇവന് 40-ലധികം വയസ്സ് പ്രായമുണ്ട്. 40-ലധികം വയസ്സ് ഒരു ശരീരഭാഗം ഉപയോഗിക്കാതെ പോയാൽ, അഥവാ ജീവനുള്ള ഒരു മസിൽ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും നിർജീവമായി മാറിയേനെ. അഥവാ ഒരാളുടെ കൈ ഒടിഞ്ഞു പോയെന്നിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ, അഥവാ ഒരാളുടെ കൈ ഒടിഞ്ഞു പോയി. ആ കൈ ഒരു കാസ്റ്റ് ഇടാൻ പോകുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റർ ഇടാൻ പോകുക. ഈ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് ഡോക്ടർ പറയും വിരലെങ്കിലും അനക്കിക്കോണം. അതെന്തിനാ ഡോക്ടറെ? അനക്കിയില്ല പിന്നെ ഒടുവിൽ ഇത് അനങ്ങുകയില്ല. അതുകൊണ്ടാണ്. കുറേ നാൾ ഇതിങ്ങനെ അനക്കാതെ വെച്ചിരുന്നാൽ ശരീരത്തിൻ്റെ തകരാറ്, ആ മസിൽ അങ്ങ് നിർവീര്യമാകും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 40-ലധികം വർഷമായി ജീവിതത്തിൽ ഒരിക്കൽ പോലും അനക്കിയിട്ടില്ലാത്ത കാലിലെ ചത്ത മസിലുകളുള്ളവൻ്റെ അടുക്കലോട്ട് പത്രോസ് ചെന്ന് വെച്ച് പറഞ്ഞു, വെള്ളിയും പൊന്നും ഇല്ല, ഞങ്ങൾക്കുള്ളത് തരാം. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക്. ആ യേശുവിൻ്റെ നാമത്തിൽ, ആ പദത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരട്ടെ. യേശുവിൻ്റെ നാമമെന്ന് പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം യേശു കൊടുത്ത അധികാരം എന്ന അർത്ഥത്തിലാണ്. യേശു എന്നെ ഒരു അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. ആ അധികാരത്തിൽ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് കൈ നീട്ടി ആ മനുഷ്യന്റെ വലങ്കയിൽ പിടിച്ചു. പത്രോസിന്റെ വലങ്കയിലൂടെ, തൻ്റെ വലങ്കരത്തിലൂടെ അവൻ്റെ കാലിൻ്റെ നിർജീവമായ മസിലുകളിലേക്ക് സൃഷ്ടിക്കുന്നവൻ്റെ ശക്തി ഒന്ന് വ്യാപരിച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് കുതിച്ചെഴുന്നേറ്റു. നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് ശലോമോൻ്റേതെന്ന് പറയുന്ന മണ്ഡപത്തിൽ ദേവാലയത്തിൻ്റെ അകത്തേക്ക് കയറി. കണ്ടവരെല്ലാം ഓടിക്കൂടി. ഇതൊരു അത്ഭുത വിഷയമായി മാറി. കണ്ടവർക്ക് അത്ഭുതം ജനിച്ചുകൊണ്ട് എല്ലാവരും കൂടെ വന്നപ്പോൾ അവരെല്ലാം കൂടെ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? പത്രോസ് അവിടെ നിന്ന് പറഞ്ഞു, ഇത് നിങ്ങൾ കുരിശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ ബലഹീന മനുഷ്യന് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു. അടുത്ത പദമാണ്, പിന്നെ അവരെ പല പ്രാവശ്യം വിളിച്ച് ചോദ്യം ചെയ്തു. പല പ്രാവശ്യം അവരെ വിളിച്ച് ചോദ്യം ചെയ്തു. അവർ പറയുന്ന, അല്ലെങ്കിൽ യഹൂദന്റെ ന്യായാധിപന്മാർ പറയുന്ന ഒരു വാചകമാണ്, ഇവർ പഠിപ്പില്ലാത്തവരെന്നറിഞ്ഞു. ഇവരുടെ ധൈര്യം കണ്ടു, ഇവരുടെ അകത്ത് വ്യാപരിക്കുന്ന ബലം കണ്ടു, ഇവരുടെ വാചക ശൈലി ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സ്ഫുടതയുള്ള വാക്കുകൾ കണ്ടു. ഇവർ യേശുവിനോടുകൂടെ ഉള്ളവർ എന്നും അറിഞ്ഞു.
യേശുവിൻ്റെ കൂട്ടായ്മയിൽ ഒരാൾ നടന്നാൽ തൻ്റെ പാപത്തിൽ വ്യത്യാസം ഉണ്ടാകും. യേശുവിൻ്റെ കൂട്ടായ്മയിൽ ഒരാൾ നടന്നാൽ തൻ്റെ ഇടപെടലിൽ വ്യത്യാസമുണ്ടാകും. തൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. അവരുടെ നടുവിൽ ഞാൻ നടന്നാൽ ചിലരുടെ ഹൃദയം കത്തുന്നത് പോലെ ഞാൻ അവരോട് സംസാരിക്കും. ശരീരം തിരിച്ചറിയുന്നത് പോലെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും. ദൈവിക ഇടപെടലിൽ തുടർന്നാൽ യേശുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് വ്യാപരിക്കും. അവർ യേശുവിനോടുകൂടെ നടന്നവരെന്ന് അവരുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയുവാൻ രൂപീകരണം പകരുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഞാൻ ആവർത്തിക്കട്ടെ, നമ്മെ രൂപീകരിക്കേണ്ടതിന് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം, തൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പഴയ മലയാളത്തിലൊരു പഴയ ചൊല്ലുണ്ടായിരുന്നു, മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്ന്. പിള്ളേർക്ക് മനസ്സിലാകാൻ പറഞ്ഞു തരാം. ഒരു കല്ലിൻ്റെ മണ്ടയിൽ കൂടെ കയറ്റിവിട്ടാൽ ആ മുല്ലപ്പൂവിൻ്റെ പൊടി ആ കല്ലിൽ ഇങ്ങനെ കൂടെ വീണുകൊണ്ടിരുന്നാൽ ചില ദിവസം കഴിയുമ്പോൾ ആ കല്ലിനും ഒരു മണമുണ്ടാകും. കല്ല് പൂത്തതല്ല, പൂത്തത് മുല്ലയാ. കല്ലിന് മണമുള്ളതല്ല, നാറ്റവുമുള്ളതല്ല. ഇതിൽ വഹിക്കുന്നത് മുല്ലപ്പൂവിൻ്റെ മണമാ. നിങ്ങൾ ദൈവസാന്നിധ്യത്തിൽ നടന്നാൽ ദിവസങ്ങൾ കഴിയും തോറും നാം ദൈവാനുരൂപരായി മാറും. നമ്മെ നമ്മുടെ ഭാഷ മാറ്റുന്ന, രൂപം മാറ്റുന്ന, വാക്ക് മാറ്റുന്ന, ഗ്രാമർ മാറ്റുന്ന ദൈവിക സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരാൾ പണ്ടൊരിക്കൽ ഒരു സാക്ഷി വാചകം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അങ്ങേർക്ക് 10-50 വയസ്സ് കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രായമൊക്കെ ആയി തുടങ്ങി, നടുവിനും പുറത്തുമൊക്കെ വേദനയുണ്ട്. ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പം പെട്ടെന്ന് എനിക്ക് നടുവിനൊക്കെ വേദന എടുക്കുമ്പം ഞാൻ പണ്ട് പറഞ്ഞു വന്നിരുന്നു 1-2 പദമൊക്കെയാണ് പറയുന്നത്. ചിലർ പറയുന്നത് അയ്യോ എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം അതൊന്നുമല്ല, ചില ദൈവങ്ങളുടെ പേരൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതെൻ്റെ പാപമാണെന്ന് എനിക്കറിയാം. എൻ്റെ യേശുവെ എന്നാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങോട്ട് വരികയില്ല. ഒരുപാട് പേർക്ക് കാര്യങ്ങൾ അറിയാം, ഇങ്ങോട്ട് വരികയില്ല. ഞാൻ ഇന്ന് ഒന്നുകൂടെ ആവശ്യപ്പെടട്ടെ, നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ഒന്ന് നടക്കാം. നമുക്കൊരു ഭാവഭേദം വരും. ഇവർ പഠിപ്പില്ലാത്തവരാണ്, ഇവർ സാമാന്യ ജനങ്ങളാണ്. പക്ഷെ ഇവരുടെ ധൈര്യം കണ്ടു, ഇവരുടെ ബലം കണ്ടു, ഇവരുടെ വാചകശൈലി കണ്ടു. ഇവർ യേശുവിനോടുകൂടി ഉള്ളവർ നിശ്ചയം. പത്രോസ് അപ്പോസ്തലൻ തീ കായുന്നവരുടെ കൂട്ടത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണ ദിവസം ഇരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസിനെ കണ്ട ആളുകൾ പറഞ്ഞു, ഇവനും അവനോടുകൂടെ ഉള്ളവനാ, ഗലീലക്കാരനാ. പുള്ളിക്കാരൻ പറഞ്ഞ ഞാൻ അറിയത്തേ ഇല്ല. ഗലീലയോ എന്ന് പറഞ്ഞാൽ യേശുവോ എന്ന് പറഞ്ഞാൽ ആരാ, ഒരു പിടിയില്ല. അദ്ദേഹം അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രാകാൻ തുടങ്ങി. അപ്പം വേറൊരാൾ പറയുക, ഇവൻ്റെ ഉച്ചാരണം, ഇവൻ്റെ ഭാഷ, ഇവൻ്റെ വസ്ത്രധാരണം ഇതെല്ലാം കണ്ടാൽ അറിയാം ഇവൻ യേശുവിൻ്റെ കൂടെ നടന്നവൻ തന്നെയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ കൂട്ടായ്മയുടെ പ്രത്യേകത അതിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ക്രീപ്പിൻ ചെയ്യുന്നതാ, അതിൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറി വരുന്നതാണ്. യേശുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ കണ്ടാൽ തിരിച്ചറിയത്തക്കവണ്ണം അതിൻ്റെ വ്യക്തിത്വത്തിലേക്ക് എന്നെ കടന്നാക്രമിച്ച് അതെന്നെ കടന്ന് ഏറ്റെടുക്കത്തക്കവണ്ണം എൻ്റെ ഉള്ളിലേക്ക് വരണമേ ദൈവമേ എന്ന് നമുക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം നമ്മുടെ രൂപം മാറ്റട്ടെ, നമ്മുടെ ഭാവം മാറ്റട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കേണ്ട, വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അകത്ത് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കൂട്ടായ്മയുടെ ഒരു കടുത്ത അളവാണ് എൻ്റെ കർത്താവ് പറഞ്ഞത്. നാം ഒരുമിച്ച് ആഹാരം കഴിക്കും. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ പാനപാത്രത്തിൻ്റെയും എൻ്റെ അവകാശത്തിൻ്റെയും ഓഹരി യഹോവയാ, എൻ്റെ ആഹാര പദാർത്ഥത്തിൻ്റെ ഓഹരി യഹോവയാ, എൻ്റെ കൂടെ നടക്കുന്നവർ പ്രമാണി യഹോവയാ, എൻ്റെ കൂടെ ഡൈൻ ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ടയാള് യഹോവയാ. യഹോവ എൻ്റെ സകല ഓഹരിയുമാണ്. എൻ്റെ യേശു പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഇന്ന് പകലും ചിലരുടെ ഹൃദയ കവാടത്തിൻ്റെ മുമ്പിൽ യേശു മുട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് തുറക്കാൻ കഴിയാത്ത പല കാരണങ്ങൾ കണ്ടേക്കാം. ഒരുപക്ഷെ വീട്ടുകാരെ ഉള്ള ഭയം, ചിലപ്പോൾ നാട്ടുകാരെ ഉള്ള ഭയം, ചിലപ്പോൾ നിങ്ങളുടെ അഭിമാന ഭയം, വേറെ ചിലർക്ക് വെറും ദുരഭിമാന ഭയം, വേറെ ചിലർക്ക് വൃഥാ ഭയം. ഈ ഭയം കാരണം യേശുവിനെ അംഗീകരിക്കാൻ കഴിയാതെ വന്ന് അനേകർ തിരസ്കരിക്കുമ്പോൾ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞ അവൻ്റെ അടുക്കൽ അകത്ത് എന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പാർക്കുവാൻ, ഒരുമിച്ച് അത്താഴം കഴിക്കുവാൻ, വലിയൊരു കൂട്ടായ്മയിലേക്ക് നടത്തുവാൻ യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഹൃദയവാതിലുകൾ തുറക്കുന്നത് കൊള്ളാം. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ നന്മകളിൽ ഒന്ന്, ജീവിതത്തിൻ്റെ ചെറിയ പ്രായത്തിൽ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തനിക്ക് വേണ്ടി വാതിൽ തുറന്നേൽപ്പിച്ചു.
ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ, വേറെ ചിലർക്കൊരല്പം കൂടെ വളർന്ന പ്രായത്തിൽ, ചുരുക്കം ചിലർക്കൊരു വൈകിയ പ്രായത്തിൽ യേശുവിന് വേണ്ടി വാതിൽ തുറക്കുവാൻ കഴിഞ്ഞുവെന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യമാണ്. ഇതുവരെയും അത് കഴിഞ്ഞിട്ടില്ലാത്തവർ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ, ഹൃദയവാതിൽ തുറക്കൂ. അവൻ അകത്തു വന്ന് നമ്മോടുകൂടെ അത്താഴം കഴിക്കും. ഓ ഗോഡ്, എന്നോടുകൂടെ അത്താഴം കഴിക്കുവാൻ താല്പര്യപ്പെടുന്നവനായ ഒരു യേശു. ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുകയായിരുന്നു, ലൂക്കോസ് 19 വിശുദ്ധ ലൂക്കോസിന്റെ വായിക്കണ്ട, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിലുള്ള ഒരു സക്കായി. ഞാൻ സക്കായിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സക്കായി എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത പിള്ളേരുണ്ടോ? നീളം കുറഞ്ഞവൻ എന്ന വാക്കിന്റെ ഉപയോഗാർത്ഥം. അതൊരാളിന്റെ പേരാ, ഒരു പഴയ പുള്ളിയുടെ പേരാ. പക്ഷെ ഇന്ന് നീളം കുറഞ്ഞവരെ അങ്ങനെ വിളിക്കാറുണ്ട്. ഉണ്ട സക്കായി എന്നൊക്കെ ചിലർ ചേർത്ത് പറയും. സക്കായിക്ക് ഒരിക്കലും ഒരു താല്പര്യമുണ്ടായിരുന്നു, യേശു എങ്ങനെയുള്ളവൻ എന്നൊന്ന് അറിയണം. യേശു എങ്ങനെയുള്ളവൻ എന്നൊന്ന് അറിയണം. അങ്ങനെ സക്കായിക്കൊരു താല്പര്യം. ആ പരുവത്തിനാണ് യേശു യെരിഹോവിലൂടെ പോകുന്നു എന്ന അറിവ് കിട്ടിയത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഭൗതിക ജീവിതത്തിൽ അവസാനത്തെ യാത്രയായിരുന്നു യെരിഹോ വഴി. അത് കഴിഞ്ഞ ക്രൂശീകരണത്തിന് വേണ്ടി മാറുകയാണ്. അതിന് മുന്നമേ പിന്നെ യെരിഹോവിലേക്ക് പോകുന്നില്ല. ആ യെരിഹോവിലേക്കുള്ള അവസാന യാത്രയിൽ യേശു അതുവഴി പോകുമ്പോൾ സക്കായിക്കൊരു താല്പര്യം, യേശു എങ്ങനെയുള്ളവനാണെന്നൊന്ന് അറിയണം. ഈ സക്കായിക്കൊരു പ്രശ്നമുണ്ട്. ഇദ്ദേഹം ചുങ്കക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത്, ടാക്സ് കളക്ടർ. സാമാന്യം ഭേദപ്പെട്ട ജോലിയാണ്, സർക്കാർ ജോലിയാണ്. പക്ഷേ യഹൂദന്മാർ നിന്ദിക്കുന്ന ഒരു പോസ്റ്റാണ്. കാര്യം യഹൂദൻ്റെ പണം പിരിച്ച് റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന യഹൂദനാണ് ഈ ചുങ്കക്കാരൻ. ഒന്നുകൂടെ പറയാം, യഹൂദനായിരിക്കുന്നവൻ, യഹൂദൻ്റെ രഹസ്യമറിയാവുന്നവൻ, യഹൂദൻ്റെ പണം പിടിച്ച് അവനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവാകുന്ന റോമ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പാർട്ടിയാണ് ഈ ചുങ്കക്കാരൻ. നുണ പറയുന്നവരെ നമ്മൾ വെറുക്കുന്നത് പോലെ ഇവിടെയും അവിടെയും നടന്ന് അപ്പുറം ഇപ്പുറം കാര്യം കൈകാര്യം ചെയ്യുന്നവരെ നമ്മൾ വെറുക്കുന്നത് പോലെ യഹൂദൻ വെറുത്തിരുന്നയാളാണ് ചുങ്കക്കാരൻ. ഈ ചുങ്കക്കാരൻ എല്ലാ യഹൂദൻ്റെയും കൂട്ടത്തിൽ പോയി നിൽക്കാൻ ഒക്കത്തില്ല. ചോദിക്കും, ചുങ്കക്കാരനല്ലേടാ, പോടാ, അല്ലെ നമുക്കങ്ങ് മാറി നിൽക്കാം. ഇവനെ ആരും അടുപ്പിക്കത്തില്ല. ഇവനൊരാശ, യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് അറിയണം. ഇവനൊരു കാര്യം ചെയ്തു, യേശു വരുന്ന വഴിയിൽ പോയി നിന്ന് യേശുവിനെ കാണാൻ ശ്രമിച്ചു. അപ്പോഴാണ് അടുത്ത ഗതികേട്. ഇവൻ്റെ നീളക്കുറവിനെ കുറിച്ച് ഇവൻ ഇതുവരെ അറിയത്തില്ല. അന്ന് വരെ ഇവൻ അറിയത്തില്ലായിരുന്നു എനിക്ക് ഇത്ര നീളക്കുറവാണെന്ന്. ഇപ്പം വരുന്നവൻ മുന്നിലോട്ട് മാറി നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ കൊച്ചുമക്കൾ കയറി നിൽക്കുന്ന പോലെ ഉള്ളൂ, അല്ലെ എൻ്റെ മക്കളുടെ പുറകിൽ ഞാൻ നിൽക്കുന്ന പോലെ. അവർക്ക് എന്നേക്കാൾ നീളക്കൂടില്ല, കൊച്ചുമക്കളെക്കാൾ എനിക്ക് നീളക്കൂടില്ല. അപ്പോൾ മുന്നേ നിൽക്കുന്ന പാർട്ടിയെ കാണത്തില്ല. സക്കായിക്ക് മനസ്സിലായി, ഈ നിപ്പ് ഇവിടെ നിൽക്കുകയേ ഉള്ളൂ. യേശുവിൻ്റെ വട്ടത്തിൽ ഒരു കൂട്ടം ആളുണ്ട്, ഞാൻ യേശുവിനെ കാഴ്ചയില്ല, വഴിയറമ്പിൽ നിന്ന് നേരം കളയേ ഉള്ളൂ, എനിക്ക് യേശുവിനെ കാണുകയും വേണം. സക്കായി ചെയ്തത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അവൻ മുൻപോട്ട് ഓടി. ഞാൻ ആ ഭാഗം തൊടാൻ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് ആ വാക്യം വായിക്കുന്നില്ല. ലൂക്കോസ് 19 കിടപ്പുണ്ട്. സക്കായി മുൻപോട്ട് ഓടി. ഒരു കാട്ടത്തി കണ്ടു എന്ന് മലയാള ഭാഷയിലുണ്ട്. അവനെ കാട്ടത്തിയെ തത്തിപ്പിടിച്ച് കയറി. അതിൻ്റെ ഇലക്കിടയിൽ ഒളിഞ്ഞിരുന്ന് താഴോട്ട് നോക്കി യേശുവിനെ കാണുവാൻ സക്കായിക്കൊരു ശ്രമം. യേശു ആണെങ്കിൽ കൂട്ടായ്മ കൊടുക്കാൻ കഴിയുന്നവന് കൊടുക്കണമെന്ന, ആരും കാണാതെ കൂട്ടത്തിൽ കൂടി യേശുവിനെ കണ്ടുവെച്ചുവാൻ ശ്രമിക്കുന്നവരുണ്ട്. സഭായോഗത്തിന് വരാതെ, ആരും അറിയാതെ ടെലിവിഷൻ്റെ മുമ്പിൽ പറ്റിക്കുന്നവരുണ്ട്. ഇന്ന് വീഡിയോയുടെ മുൻപിൽ അല്ലെങ്കിൽ ടെലിവിഷനുകളുടെ മുമ്പിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളോട് ഏറ്റവും അടുത്തുള്ള ആത്മീക കൂട്ടായ്മയിലേക്ക് അവസരം കിട്ടുമ്പോൾ പോയിരിക്കണം. കാര്യം നിങ്ങൾക്ക് ഇതുകൊണ്ട് ലഭിക്കാത്ത ഒന്നാണ് ആത്മീക കൂട്ടായ്മ. അതൊരു ദൈവവചനത്തിന് നിർബന്ധമാകയാൽ നിങ്ങളത് ചെയ്തിരിക്കണം. എനിക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രയർ റിക്വസ്റ്റ് അയക്കുന്നവർക്ക് ഇൻ ഹൺഡ്രഡ്സ്, മെനി ഹൺഡ്രഡ്സ് ആ പ്രയർ റിക്വസ്റ്റ് അയക്കുന്നവർക്ക് പലർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു റിപ്ലൈ മാത്രം കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ഓർത്തു, ഇതിൻ്റെ അടുത്ത പടിയിലേക്കൊന്ന് കയറിയാൽ കൊള്ളാം. ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥന അർഹിക്കുന്നവനാണെങ്കിലല്ലേ തമ്പുരാൻ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 2-3 മെയിൽ ഉണ്ടാക്കി. ഒരു മെയിലിനകത്ത് അല്ലെങ്കിൽ ഒരു ലെറ്ററിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതി, നിങ്ങൾ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകാറുള്ളത്, രക്ഷിക്കപ്പെട്ട ആളാണോ, യേശുവുമായിട്ടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് എന്താണ്, ഇതും കൂടെ ഒന്ന് അറിഞ്ഞാൽ ഗൗരവമായി പ്രാർത്ഥിക്കാം. പലരും അങ്ങ് പിണങ്ങി എന്നോട്. ഇവർക്കാർക്കും ജനത്തിന്റെ മുമ്പിൽ യേശുവിനെ കാണണമെന്നില്ല. അതിന് താൻ എന്നെ ചുങ്കക്കാരനാണോ? താങ്കൾ എന്താ ചുങ്കക്കാരനാണോ? ചുങ്കക്കാരനാളിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, യേശുവിനെ കാണുകയും വേണം. പലരും പുറകോട്ട് മാറി. എനിക്ക് പണ്ട് ഒരു 250 പേര് റെഗുലർ പ്രയർ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്നവർ ഒരു 5 അങ്ങ് കുറഞ്ഞു. കാര്യം രക്ഷിക്കപ്പെടണമെന്നും ദൈവകൃപയിൽ വരണമെന്നും ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവ വഴിയിൽ നടക്കണമെന്നും പറയുന്നത് ഇഷ്ടമല്ല, അല്ലാതെ കണ്ടേച്ചു പോകണം. സക്കായി അങ്ങനെ ഒരാളായിരുന്നു. നല്ലതാണ്, കാണണമെന്നൊരു ആശയമുണ്ടല്ലോ, ഇറ്റ്സ് എക്സലൻറ്റ്.
സക്കായി ഓർത്തു യേശുവിനെ കാണാൻ വേണ്ടി വഴിയറമ്പിൽ ഇറങ്ങി നിന്നു. അപ്പോഴാ മനസ്സിലാകുന്നത് എനിക്ക് നീളക്കുറവാ, എനിക്കിവരെ കാണാൻ ഒക്കത്തില്ല. എങ്കിൽ മുന്നോട്ട് ഓടാൻ തീരുമാനിച്ചു. ഈ യേശുവിനെ കാണുവാൻ ഇറങ്ങിത്തിരിച്ച ചിലർ യേശുവിനെ കാണാൻ ഒക്കത്തില്ലെന്ന് കാണുമ്പോൾ പുറകോട്ടോടുന്ന ചരിത്രം എനിക്കറിയാം. ഒന്നുകൂടെ ആവർത്തിക്കാം, പുറകോട്ടോടുന്ന ചരിത്രം എനിക്കറിയാം. ഞാൻ കുറച്ചാൾ കൈ അടിച്ചതാ, ഒന്നും നടന്നില്ല. കുറേ നാൾ പാടിയതാ, ഞാനിതൊന്നും കണ്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചതാ, ഒന്നും സംഭവിച്ചില്ല. ഗോ ബാക്ക്, ഞാൻ പുറകോട്ട് പോകുകയാണ്. പക്ഷെ സക്കായിയുടെ അകത്ത് ദൈവദത്തമായ ഒരു കൃപയുണ്ടായിരുന്നു. ഇവൻ പറഞ്ഞു ഇറങ്ങിയാൽ മുന്നോട്ട്, പുറകോട്ടിൻ്റെ പരിപാടിയില്ല. ഇതുവരെ കേൾക്കാത്തവരാരും കാണത്തില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നൊരു കാര്യം പുതുതായി വന്ന വല്ലവർക്കും പ്രയോജനപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർനെറ്റ് വ്യൂവേഴ്സിന് പ്രയോജനപ്പെടുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം 12ാമത്തെ വയസ്സിൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ കുറ്റത്തിന് നാട്ടുകാരും പ്രത്യേകിച്ച് സ്കൂൾ അധികൃതർ വളരെ വല്ലാതെ ഇടപെട്ട കാലത്ത് നാരായണൻ നായർ സാർ എന്ന് പറയുന്ന ഒരു മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒരു ദിവസം ഒറ്റയ്ക്ക് വിളിച്ചു. ശ്രദ്ധിച്ച് കേട്ടോ, അദ്ദേഹം ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു. എന്നെ ഒറ്റയ്ക്ക് വിളിച്ചേച്ച് പറഞ്ഞ മേവറീസേ, ഈ അധ്യാപകരൊക്കെ നിന്നോട് കാണിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊരുത്തൻ ഹിന്ദുവാ, ബാക്കി ഇവരെല്ലാം ക്രിസ്ത്യ ബാക്ക്ഗ്രൗണ്ടിൽ പെടുന്നവരാ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളല്ലേ, 2 അക്രൈസ്തവർ ഒഴിച്ചാൽ ബാക്കി അതിനകത്ത് അധ്യാപകരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. ഞാൻ ഒരു അക്രൈസ്തവനാണ്. ഇവർ നിന്നെ ഉപദ്രവിക്കാനുള്ള കാരണം ഞാൻ പറയാം. ഈ ഗ്രാമത്തിൽ നീ ആദ്യത്തെ പെന്തക്കോസുകാരനാണ്. ഇവർക്കാർക്കും നിന്നെ അറിയത്തില്ല, പെന്തക്കോസുകാരെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവർ നിന്നെ ഉപദ്രവിക്കുന്നത്. പക്ഷെ ഞാൻ കോട്ടയത്തു നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വാചകമാണ്, ഒരല്പം ദൂരമാണ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്ന ആളാണ്. അവിടെ പെന്തക്കോസുകാരുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. എൻ്റെ സാർ അന്ന് പറഞ്ഞു തന്ന വാചകം, അക്രൈസ്തവനായ നാരായണൻ നായർ സാറ് അന്ന് എന്നോട് പറഞ്ഞു തന്ന വാചകം, വർഗീസേ, നശിച്ച് കിടന്ന പലതും ഈ മാർഗത്തിൽ കൂടി നന്നാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വർഗീസേ. ഇതിനകത്ത് വന്നേച്ച് തിരിച്ചു പോയതിൽ ഗുണം പിടിച്ച ഒന്നുമില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ വാചകം പെന്തക്കോസുകാരൻ്റെ വാചകമല്ല, ക്രിസ്ത്യാനിയുടെ വാചകമല്ല. നശിച്ചു കിടന്ന പലതും ഇതിനകത്ത് വന്ന് ഈ മാർഗത്തിൽ വന്ന് നന്നാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് വന്നേച്ച് തിരിച്ചു പോയതിൽ ഗുണം പിടിച്ചതൊന്നുമില്ല. വർഗീസേ, വന്നു, ഇവരെല്ലാം നിനക്കെതിരാ. പക്ഷെ നീ കണ്ട വിശ്വാസത്തിൽ പിടിച്ചു നിന്നോണം, മുന്നോട്ടേ പോകാവിടാ, ഒരിക്കലും പുറകോട്ട് പോകരുത്. കൃപയാൽ സാറേ, അങ്ങ് ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അങ്ങ് നിത്യതയിലേക്ക് മാറിയാലും വർഗീസ് മുന്നോട്ട് പോകുവാൻ സ്വർഗം കൃപ ചെയ്തു. അങ്ങയുടെ അഡ്വൈസിനായി നന്ദി. ഇതിനകത്തിരിക്കുന്നവരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. സക്കായി മുന്നോട്ടോടാൻ അങ്ങ് തീരുമാനിച്ചു. മുന്നോട്ട് എങ്ങനെ പോയാൽ യേശുവിനെ കാണാം അദ്ദേഹം തീരുമാനിച്ചാൽ ഓടാൻ പോകാം. അയ്യോ, ഞാൻ അതും കൂടെ ഒന്ന് പറയട്ടെ. ചിലർ നിരങ്ങുന്നവരുണ്ട് കേട്ടോ. നിരങ്ങിയവരാരും യേശുവിനെ കണ്ടിട്ടില്ല, ഓടിയവരൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് യേശുവിനെ പിൻപറ്റണമെന്ന് താല്പര്യമുണ്ട്, എനിക്ക് യേശുവിനെ അറിയണമെന്ന് താല്പര്യമുണ്ട്, എനിക്ക് യേശുവിൻ്റെ കൂട്ടായ്മയോട് താല്പര്യമുണ്ട്. അതിന് ധൃതി എന്നെ പതുക്കെയാട്ടെ. നിരങ്ങുന്നവർ ഒരുപാട് പേരുണ്ട്. നിരങ്ങിയവനാരും യേശുവിനെ കണ്ട ചരിത്രമില്ല. ഓടിയവർ യേശുവിനെ കാണാതെ വന്നിട്ടുമില്ല. ഇന്ന് പകൽ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട താങ്കൾ യേശുവിനെ ഒന്ന് അനുഗമിക്കുവാൻ സക്കായി നമുക്കൊരു മാതൃകാ പാഠമായിരിക്കട്ടെ. അദ്ദേഹം മുൻപോട്ട് ഓടി, ഒരു കാട്ടത്തിയെ പോയി കയറി. അദ്ദേഹത്തിൻ്റെ ഹൈറ്റും അത്തിയുടെ ഹൈറ്റും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അത്തിയുടെ ഇലയെ കൂടെ താഴോട്ട് നോക്കി യേശുവിനെ കാണാനായിട്ട് ഇരിക്കുക. യേശു പോന്ന പോക്കിൽ ആ അത്തിയുടെ ചുവട്ടിൽ വന്നങ്ങ് നിന്നച്ച് മേളിലോട്ട് നോക്കി ഒരു വിളി വിളിച്ചു, സക്കായിയെ, വേഗം ഇറങ്ങി വാ. കാണാൻ ആശയുള്ളവനെ, കൂട്ടായ്മയിലേക്ക് ഞാൻ നിന്നെ വിളിക്കട്ടെ. വേഗം ഇറങ്ങി വാ. ഞാൻ മരമണ്ടേ കയറി നീ എൻ്റെ കൂടെ കൂട്ടായ്മ കൂടുകയില്ല. നോ, നീ ഇരിക്കുന്ന ഇടത്തോട്ട് ഞാൻ വന്നിട്ട് കൂട്ടായ്മ ഉണ്ടാകത്തില്ല. നിനക്ക് സ്വർഗത്തിൽ കയറി എന്നെ കാണാൻ ഒക്കത്തില്ല എന്ന് എനിക്കറിയാവുന്നതിനാൽ സ്വർഗത്തിൻ്റെ മഹത്വം വിട്ട് താഴോട്ട് ഞാൻ ഇറങ്ങി വന്നവനാ. മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവരാകയാൽ അവനും ജഡരക്തങ്ങളോടുകൂടെ മക്കളെ തേടി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നേച്ചു പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ അത്തിയുടെ മണ്ടേ കയറി നമുക്ക് കൂട്ടായ്മയുണ്ടെന്ന് കരുതരുത്. താഴെ വാ. സ്വർഗത്തിൽ കയറുക നിന്റെ കഴിവിനപ്പുറത്താ, പക്ഷെ താഴെ ഇറങ്ങുന്നത് നിന്റെ കഴിവിന്റെ ഉള്ളിലാ. ഇറങ്ങി വാ, നമുക്ക് തമ്മിലൊന്ന് കൂട്ടായ്മ കൂടാം. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാ. യേശുവിനൊരു കൂട്ടായ്മ കൂടാൻ താല്പര്യമുണ്ട്. ഇന്ന് പകൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ, ഐ ഡോണ്ട് മീൻ ദ മീഡിയ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലൂടെ, ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ, ഏതെങ്കിലും ഒരു സംഘടനയിലൂടെ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതിനാൽ യേശുവിനെ കാണാമെന്ന് തെറ്റിദ്ധരിക്കുന്നോ? സാധ്യമല്ല.
ബേഥേൽ അസംബ്ലിയിൽ വന്നതുകൊണ്ട് യേശുവിനെ കാണാമെന്ന് തെറ്റിദ്ധരിക്കുന്നുവോ? സാധ്യമല്ല. ദൈവപുത്രനുമായി ഒരു വ്യക്തിപരമായ ബന്ധം. നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അറയിൽ കടന്ന് വാതിൽ അടച്ചു വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന എൻ്റെ പിതാവിനോട് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് കർത്താവിനെ സംബോധന ചെയ്യേണ്ടത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നാ. പക്ഷെ കർത്താവ് പറഞ്ഞു വിളിക്കുന്നത് അങ്ങനല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെയാണെങ്കിൽ ഈ അറയിൽ കടന്നത് ഒരാളല്ല, പലരും ഒരുമിച്ചാണ് അറയിൽ കടന്നത്. പിന്നെ എന്നായിരിക്കും ഇതിൻ്റെ അർത്ഥം? കർത്താവേ, മറ്റവൻ കാണുന്നുണ്ടോ? ഇവൻ കാണുന്നുണ്ടോ? അപ്പൂപ്പൻ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മ അറിഞ്ഞാൽ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് ഞാൻ അങ്ങ് രഹസ്യമായിട്ടിരിക്കാം. നോ കുഞ്ഞെ, വാതിലടയ്ക്ക്. അവനും ഇവനും ഒന്നും അറിയാനല്ല, താങ്കളും ദൈവവും മാത്രമായി ഒരൊറ്റ വിളി. ഈ കർത്താവേ, ആ വിളി നിരസിക്കാത്തവനായ ദൈവം സക്കായിയോട് പറഞ്ഞു, സക്കായി, ഇലകളുടെ ഇടയിൽ നിന്ന് വേഗം ബന്ധപ്പെട്ട് ഇറങ്ങി വാ. മുൻപോട്ട് ഓടിയെന്ന് നീ ഇറങ്ങുന്നതും പതുക്കെയല്ല, വേഗം ഇറങ്ങി വാ. പതുക്കെ ഇറങ്ങാൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്, ആരും ഇറങ്ങിയിട്ടില്ല. ചില ജീവിത സ്വഭാവങ്ങൾ വിടാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. കുറേശ്ശെയായിട്ട് ജീവിത സ്വഭാവങ്ങൾ വിട്ടുകളയാം. അടക്കത്തില്ല സഹോദര, അടക്കത്തില്ല സഹോദരി, വിടുന്നത് ഒറ്റയടിയാ. ഞാനൊരു ഉദാഹരണം, ചിലർ പറയാറുണ്ട്, പണ്ട് ഞാൻ 3 കുപ്പി കള്ള് കുടിക്കുമായിരുന്നു, ഇതിനകത്ത് അല്ലേ, ഇപ്പം 1.5 കുപ്പി ആയാലും കുറച്ചു. അടുത്ത മാസം വരുമ്പോഴത്തേക്ക് മിക്കവാറും 1 കുപ്പിയാകും. എൻ്റെ മോനെ ഒന്നിച്ചൊരു 7 കുപ്പി നീ കുടിച്ചാകും. ചിലർ പറയാറുണ്ട്, പണ്ട് 50 സിഗരറ്റായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം 49-ായി, പിന്നെ 48 ഞാൻ കുറച്ച് ഒടുവിൽ നിർത്തും. ചുമ്മാതാ, കേട് തീർത്തൊരിക്കൽ വലിച്ചാവും. ഞാനൊരു കൊച്ചു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരു രാജാവ് ഈ കുരങ്ങിനെ ആരാധിക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അങ്ങനെ കുരങ്ങിൻ്റെ വാല് പഴുത്തുപോയി. ആരണ്ടൊരു ഡോക്ടർ പറഞ്ഞ് വാല് മുറിച്ച് കളയാതെ രക്ഷപ്പെടുകയില്ലെന്ന്. അദ്ദേഹം കുരങ്ങിൻ്റെ വാല് മുറിപ്പിച്ചേ പറ്റൂന്നായി. അപ്പം രാജാവ് പെട്ടെന്നിങ്ങനെ, വിഡ്ഢി രാജാവ് പെട്ടെന്നിങ്ങനെ ഓർത്തു, ഒറ്റ ദിവസം കൊണ്ട് ഒറ്റക്കട്ടങ്ങ് മുറിച്ചാൽ ഭയങ്കര വേദനയായിരിക്കും. വേണ്ട, ഓരോ ദിവസവും 1/2 ഇഞ്ച് വീതം ഒത്തു. അല്ല, എനിക്കൊരു റോങ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഒറ്റയടി അങ്ങ് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, എഴുത്തുകളുടെ എണ്ണം കുറയ്ക്കാം, SMS-ൻ്റെ ഇടയ്ക്കൊക്കെ ഫോൺ ഓഫ് ചെയ്ത് വെക്കാം. കുഞ്ഞെ നടക്കുകയില്ല, ഒടുവിൽ നീ കുടുങ്ങി. ഇറ്റ്സ് എ സിംഗിൾ ഡേ, ഒരൊറ്റ ദിവസം കൊള്ളുകയില്ല. കട്ടിറ്റ്. സക്കായിയെ, മോനെ, പതുക്കെ ഇറങ്ങിയവൻ ആരും എന്നെ കാണാറില്ല, ഒറ്റയടി ഇറങ്ങി വാ. സെയിൻറ്റ് അഗസ്റ്റിൻ എന്തിനാ ഇക്കാര്യം പറയുന്നത്? ഐ ഡോണ്ട് നോ. സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടേ ഉള്ള, ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്, താൻ ദുർമാർഗത്തിൽ പണ്ടൊരു കാലത്ത് ജീവിച്ചിരുന്നു. അവിടുന്ന് താൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നു. താൻ ദുർമാർഗത്തിലായിരുന്ന കാലം അയോഗ്യമായ സ്ത്രീകളുമായി താൻ ഒരുമിച്ച് നടന്നിരുന്നു. അത് തൻ്റെ പതിവായിരുന്നു. താൻ ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം അഗസ്റ്റിനെ പഴയ കൂട്ടുകാർക്ക് കിട്ടാനില്ലായിരുന്നു. ഒരു ദിവസം അഗസ്റ്റിൻ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പഴയ കൂട്ടുകാരി കണ്ടു. ഓടിച്ചെന്നു അഗസ്റ്റിൻ്റെ കയ്യെ പിടിച്ചു. ഏയ് അഗസ്റ്റിൻ, കണ്ടിട്ട് കുറച്ച് ദിവസം എവിടെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ ഒറ്റ വാചകം, ലിമി, ഇവിടെ നീ കണ്ടത് പഴയ അഗസ്റ്റിൻ ചത്തുപോയി. ഇതൊരു പുതിയ അഗസ്റ്റിനാണ് നടക്കുന്നത്. നീ ഓർക്കുന്ന പഴയ അഗസ്റ്റിൻ ചത്തുപോയി, ഇതൊരു പുതിയ അഗസ്റ്റിനാണ് നടക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലെങ്കിൽ ലോകത്തിന് മരിച്ചു, ക്രിസ്തുവിന് ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലാണ്. ആ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചവനായ ദൈവം വിശ്വസ്തൻ. സക്കായിയോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാ. സക്കായി യേശുവിന് വേണ്ടി ഒരു വിരുന്നൊരുക്കി അത്താഴം കഴിക്കുന്ന യേശു. ഞാൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. കൂട്ടായ്മയ്ക്ക് വേണ്ടി മുട്ടുന്നവനായ യേശു, കൂട്ടായ്മയിലേക്ക് വിളിച്ച പിതാവ്, കൂട്ടായ്മയ്ക്ക് വേണ്ടി മുട്ടുന്നവനായ യേശു. ദൈവം നമ്മെ മുൻകണ്ടതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ താങ്കളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്ന യേശു കൂട്ടായ്മയ്ക്ക് വേണ്ടി മുട്ടുകയാണ്. ഇന്ന് പകൽ താങ്കളുടെ അത്തിച്ചുവട്ടിൽ നിന്നുകൊണ്ട് വിളിക്കുന്ന നിത്യനായ ദൈവത്തിന്റെ പുത്രൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. വേഗം ബന്ധപ്പെട്ടിറങ്ങി വാ എന്ന് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. വരുന്ന ആണ്ടിലത്തെ ഡിസിഷൻ അല്ല, വരുന്ന മാസത്തേതല്ല, തിങ്കളാഴ്ച രാവിലെയല്ല, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇറങ്ങി വന്നവനായ ആ സക്കായിക്കായി സ്തോത്രം. സക്കായിയെ കുറിച്ച് ഒരു വാചകം കൂടെ പറയട്ടെ. സക്കായി എന്തുകൊണ്ടാണ് അത്തിയെ കയറേണ്ടി വന്നത്?
പുരുഷാരം യേശുവിൻ്റെ ചുറ്റും കൂടി നിൽക്കുക. ഇവനാണ് നീളക്കുറവാ, ഇവൻ യേശുവിനെ കാണാൻ പറ്റത്തില്ല. പലർക്കും അറിയാം എൻ്റെ ജീവിത ബലഹീനത കൊണ്ടാ എനിക്ക് യേശുവിനെ കാണാനൊക്കാത്തത്. ഞങ്ങളെ പള്ളി പോകത്തില്ല, കാര്യം അവിടെ വരുന്നവരൊക്കെ അഴുക്ക. അവർ കയറുന്ന ബസ്സിൽ ഇവനും കയറും, അവർ കഴിക്കുന്ന റേഷൻ ഇവനും കഴിക്കും, അവർ കയറുന്ന ട്രെയിനിൽ ഇവൻ യാത്ര ചെയ്യും, അവൻ പോകുന്ന പള്ളിയിൽ പോയിരുന്നു. ഇത് ആരോടെ ഈ പറയുന്നേ? അവരോട് ബന്ധമില്ല എന്നിട്ടൊന്നും അല്ല. തൻ്റെ നീളക്കുറവ് കൊണ്ടാണോ യേശുവിനെ കാണാതെ? നീളമുള്ളവനൊക്കെ യേശുവിനെ കാണുന്നുണ്ടല്ലോ. സക്കായി, മറ്റൊരാളിൻ്റെ കുറ്റം കൊണ്ടല്ല താങ്കൾ യേശുവിനെ കാണാത്തത്, താങ്കളുടെ നീളക്കുറവ് കൊണ്ടാ. നീളമുള്ളവനെല്ലാം യേശുവിനെ കാണുന്നു. സക്കായിക്ക് അത് ഒടുവിലാണ് മനസ്സിലായത്, എൻ്റെ നീളക്കുറവ് കൊണ്ടാണ് എനിക്ക് യേശുവിനെ കാണാനൊക്കാത്തത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മരത്തെ കയറാൻ പോകാം. യേശുവിനെ കാണാൻ ഇവൻ മരത്തെ കയറി. യേശു താഴെ ഇറങ്ങി വന്ന സക്കായിയോട് പറയുന്നത്, വരിക, ഞാൻ നിന്റെ വീട്ടിൽ ഇന്ന് പാർക്കേണ്ടതാണ്. സക്കായി യേശുവിന് വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി. സക്കായി യേശുവിനെ ഒരുമിച്ച് സക്കായിയുടെ വീട്ടിലോട്ട് കയറുമ്പോൾ ഇതുവരെ നീളക്കൂടുതലായി വട്ടം നിന്ന പുള്ളികൾ, അവർ നിമിത്തമാ സക്കായി യേശുവിനെ കാണാനൊക്കാതെ പോയത്. അവരെല്ലാം കൂടെ വീടിൻ്റെ വരിയമ്പുറത്ത് നിൽക്കുക. അവരോട് ഒന്ന് പറയാ, യേശു മോശമാടാ, സക്കായി തീരെ മോശമാടാ, എടാ ചുങ്കക്കാരൻ്റെ കൂടെ കഴിക്കാൻ പോയി യേശു മോശമാടാ. നാട്ടുകാരൻ പഴി പറഞ്ഞ് വട്ടം നിൽക്കുമ്പോൾ ഇതുവരെ പുറംപറമ്പിൽ കിടന്നവൻ എന്നറിയപ്പെട്ടിരുന്ന സക്കായിയോടുകൂടെ യേശു വീടിൻ്റെ അകത്തിരിക്കയാ. ഇന്ന് അനേകർ പുറത്താകുമ്പോൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവൻ യേശുവിനെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളും ദൈവവും കൂടെ ഒരുമിച്ചായിരിക്കും. പഴി പറയുന്നവൻ വരിയമ്പറത്തായിരിക്കും. യേശുവിന്റെ കൂടെ നിൽക്കുവാൻ പദവി ലഭിച്ചവർക്കായി സ്തോത്രം. പുറപ്പാട് പുസ്തകം 25:22 പെട്ടെന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 25:22 വായിച്ചാലും. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കുവാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഞാൻ സത്യത്തിൽ അതിന്റെ കുറച്ച് വാക്യങ്ങൾ മേളിൽ നിന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. നമ്മുടെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ. മോശയോട് ദൈവം പറഞ്ഞു, നീ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വമേധദാനങ്ങൾ വാങ്ങണം. ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ദാനങ്ങൾ വാങ്ങി അതുകൊണ്ട് നീ ഒരു മന്ദിരം പണിയണം, നീ ഒരു പെട്ടകം പണിയണം, അതിനെ പൊന്നുകൊണ്ട് പൊതിയണം, അതിൻ്റെ മുകളിലൊരു കൃപാസനം വെക്കണം. ഞാൻ നിനക്ക് തരാനുള്ള സാക്ഷ്യത്തിൻ്റെ പലകകൾ എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകൾ, പ്രമാണങ്ങൾ ഞാൻ നിനക്ക് തരുമ്പോൾ അത് ആ പെട്ടകത്തിനകത്ത് വെക്കണം. ഇതെല്ലാം കഴിഞ്ഞത് ദേവാലയത്തിൽ കൊണ്ട് വെക്കണം. ഞാൻ അവിടെ നീ പണിത് വെക്കുന്ന പെട്ടകത്തിൻ്റെ മുകളിൽ ഇറങ്ങി നിൽക്കും. ഒന്ന് ശ്രദ്ധിച്ചോണേ, ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ളത്, ഞാൻ അവിടെ വന്ന്, എവിടെയാ നീ ഞാൻ 2 വാക്യം മേളിൽ നിന്ന് വായിച്ചാട്ടെ, 3 വാക്യം മേളിൽ നിന്ന് വായിച്ചാട്ടെ. പുറപ്പാട് 25:20 മുതൽ വായിച്ചു. ഓക്കെ. കെരൂബുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖീകരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിൻ മീതെ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. മതി. ഞാൻ ഇതിനകത്ത് എന്തോ ഞാൻ ചിന്തിച്ചതിനേക്കാൾ അല്പം കൂടെ വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് നടത്തുന്നു. ഞാൻ പലപ്പോഴും മെസ്സേജുകൾ പറയേണ്ട ഭാഗങ്ങൾ വാക്യം കുറിച്ച് കൊടുക്കേണ്ടത് കൊണ്ട് കുറിച്ചുകൊണ്ട് വരാറുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് പ്രത്യേക അരുളപ്പാടുകൾ തമ്പുരാൻ തരുന്നത്. ഇന്ന് ഒരു ഡൈവേർഷൻ എഗെയിൻ ഞാൻ കാണുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലൂടെ ദൈവാത്മാവ് നടത്തുന്നു. ഞാൻ അതുകൊണ്ട് ഇറങ്ങിപ്പോട്ടെ. ആരോടോ തമ്പുരാൻ ഹൃദ്യമായി ഇടപെടാൻ ശ്രമിക്കുക. ആരോടോ ദൈവം, ആരോടൊക്കെയോ. ഒരു വ്യക്തിയോടുള്ള ദൂതിന് ബാക്കി എല്ലാവരുടെയും സമയം കർത്താവ് കളയത്തില്ല. മജോറിറ്റിയോട് ദൈവം വ്യക്തിപരമായി ഇടപെടാൻ ശ്രമിക്കുക. ദയവായി ശ്രദ്ധിച്ചാലും. മോശയോട് ദൈവം പറഞ്ഞു, നീ ചോരത്തെളിയും പെസഹയും ആചരിച്ച് മിസ്രയീമിൽ നിന്ന് ഇറങ്ങണം. മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വ്യവസ്ഥകൾ വളരെ നിസ്സാരമാണ്. കുറച്ചിങ്ങോട്ട് കഴിഞ്ഞു, ജനത്തെ മുഴുവനും കൂടെ ചെങ്കടലിൻ്റെ തീരത്ത് കൊണ്ടുവന്നു. ഒരു വ്യവസ്ഥയും ഇല്ലാതെ ജനത്തെ ചെങ്കടൽ കടത്തി. മരുഭൂമിയിൽ കയറി പർവ്വതത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു പ്രമാണം നിങ്ങൾക്ക് തരാൻ പോകുകയാ. മറക്കരുത്, ദൈവത്തിൻ്റെ പ്രമാണം രക്ഷിക്കപ്പെടുന്ന അന്നല്ല. ദൈവത്തിൻ്റെ പ്രമാണം ബിഗിനേഴ്സിനുള്ളതല്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ക്രിസ്തുവിൽ പ്രായമായി വരുന്നവർക്കുള്ളതാ. ഇന്ന് പകൽ ക്രിസ്തുവിൽ വളരുന്നവർക്കുള്ള പ്രമാണങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ക്രിസ്തുവിൽ വളരുമ്പോൾ, നാം ക്രിസ്തുവിൽ ആരോഗ്യപ്പെടുമ്പോൾ നമുക്ക് പ്രമാണങ്ങൾ തന്നുകൊണ്ടിരിക്കും. മോശയ്ക്ക് അന്ന് വരെ ഏൽപ്പിക്കാത്ത കൽപ്പലകകളെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും ദൈവം ഒരു സൂചന കൊടുത്തു.
കൊടുത്തോണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് തരുവാൻ ഇരിക്കുന്ന സാക്ഷ്യം നീ ആ പെട്ടകത്തിന്റെ അകത്ത് വെക്കണം. സാക്ഷ്യം പെട്ടകത്തിന്റെ അകത്തായാൽ അതിന്റെ മുകളിൽ ഞാൻ ഇറങ്ങി വരും. ഇതിനു മുമ്പേ നീ എൻ്റെ സാന്നിധ്യം കണ്ടില്ലേ? ഇല്ല. പണ്ട് വന്നത് സംഹാര ദൂതനെ തടയുന്ന ദൈവത്തിന്റെ ദൂതനായിരുന്നു. ചെങ്കടലിന്റെ നടുവിലൂടെ വന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ദൈവത്തിന്റെ ദൂതനായിരുന്നു. എന്നാൽ ദേവാലയത്തിനകത്ത് വരാൻ പോകുന്നത് ദൂതനല്ല, ഞാൻ അതിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. നടത്തേണ്ട പല നടത്തിപ്പുകളിലും നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ജനം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, എൻ്റെ ജനം വളരുമ്പോൾ, എൻ്റെ ജനം ദൈവകൃപയിൽ ഉയരുമ്പോൾ ഞാനോ എന്ന് വെളിപ്പെടും. ആ നിയമം അതിന്റെ നടുവിൽ വെക്കുമ്പോൾ, സാക്ഷ്യം അഥവാ 10 കൽപ്പനകൾ അതിനകത്ത് വെച്ചു കഴിയുമ്പോൾ, ഞാൻ അതിന്റെ മീതെ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് അവിടെ നിന്ന് നിന്നോട് സംസാരിക്കും. ഇന്ന് പകൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് ഞാൻ നിർമ്മിക്കുന്ന പെട്ടകത്തിന്റെ മുകളിൽ നിന്നാണ്. പലപ്പോഴും എല്ലാവരും സ്തോത്രം പറയാൻ ഇവിടെ പറയരുതേ, എല്ലാവരും സ്തോത്രം പറയാൻ പറയുമ്പോഴും, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോഴും, എല്ലാവരും കൂടെ കൈയടിക്കാൻ പറയുമ്പോഴും എല്ലാം അതിൻ്റെ പിൻപിലെ ആധാരം ഇതാ. ഞാൻ പണിയുന്ന പെട്ടകത്തിൻ്റെ മേൽ മാത്രമേ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. ഞാൻ പണിയുന്ന ആലയത്തിൽ മാത്രമേ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. ഇത് പറഞ്ഞു പണിയിപ്പിക്കാതെ പണിയാൻ തയ്യാറുള്ളവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരട്ടെ എന്ന ആശയത്തിലാണ് ഞാൻ മറ്റേതൊന്നും ചെയ്യാത്തത്. അത് ചെയ്യുന്നത് പാപമല്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം ദൈവസാന്നിധ്യം എൻ്റെ വാക്കുകളിൽ വ്യാപരിച്ചേ മതിയാകൂ. വ്യാപരിക്കുന്നില്ലെങ്കിൽ ദൈവം എന്തോ എനിക്ക് തകരാറുള്ളത് കൊണ്ടാ. എന്നാൽ ഞാൻ പണിയുന്നതിൽ മാത്രമേ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. സഭ പെട്ടകം പണിയാൻ തയ്യാറല്ലെങ്കിൽ, സഭ ആലയം പണിയാൻ തയ്യാറല്ലെങ്കിൽ തമ്പുരാൻ അതിന്റെ നടുവിൽ വരികയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, ആരംഭത്തിങ്കൽ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. കാര്യം കൃഷി ചെയ്യാൻ ആളില്ലായിരുന്നു. കൃഷിക്ക് ആളുള്ളിടത്തെ മഴ പെയ്യാറുള്ളൂ. കൃഷി ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ നന്മകൾ വരാറുള്ളൂ. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ഇരുന്നാൽ എൻ്റെ നടുവിൽ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം ഇറങ്ങും. ഞാൻ അവിടെ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. എൻ്റെ കൂട്ടായ്മയിൽ എനിക്ക് കൽപ്പനകൾ തരാനുണ്ട്. എൻ്റെ കൂട്ടായ്മയിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. തൻ്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം, കൂട്ടായ്മയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയവാതിലിന്റെ മുമ്പിൽ മുട്ടുന്ന ദൈവം, കൂട്ടായ്മയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചിറക്കുന്ന ദൈവം, കൂട്ടായ്മയ്ക്ക് വേണ്ടി വരുന്ന ദൈവം പറഞ്ഞു, ഞാൻ അവിടെ വന്ന് നിന്നോട് സംസാരിക്കും. സംസാരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഉൽപ്പത്തി 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. മെഥുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഇത് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തോട് കൂടെ നടന്ന ഒന്നാമത്തെ മനുഷ്യനെ കുറിച്ച് പറയുന്നു ഹാനോക്ക്. അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്നു, അതേസമയം കുടുംബജീവിതം കഴിച്ചിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ ഉപദേശിമാരാ, ഞാൻ ജീവിതത്തിൻ്റെ പരിവരുത്ത ഏരിയകളിലൂടെ ഇറങ്ങുന്നവരാ. എനിക്ക് നിങ്ങളെപ്പോലെ ദൈവത്തോടുകൂടെ നടക്കാൻ ഒക്കത്തില്ല. ഇല്ല കുഞ്ഞെ, അങ്ങനല്ല. അല്ല സഹോദര, അല്ല സഹോദരി, അങ്ങനല്ല. കുടുംബജീവിതത്തിൻ്റെ നടുവിൽ ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയും. ഇനി വേറെ ചിലർ പറയാറുണ്ട്, സെലിബസി, കുടുംബജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതാകയാൽ ഒറ്റയ്ക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ അങ്ങോട്ടൊന്നും ഗൗരവത്തിൽ പോകല്ല, കാര്യം തൊട്ടു പോകാം. ദൈവത്തോടുകൂടെ നടന്ന ഒന്നാം മനുഷ്യൻ കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്നവനാ. ഇന്ന് ജീവിതത്തിൻ്റെ ഏത് പരിതസ്ഥിതിയിലുള്ളവർക്കും വിടേണ്ടതിനെ വിട്ടുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ കഴിയുമെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം ദൈവത്തോട് കൂടെ നടക്കുകയും കുടുംബജീവിതം ചെയ്യുകയും ചെയ്തു. പഴയ നിയമത്തിൽ മാത്രമല്ല ദൈവത്തോടുകൂടെ നടന്നവർ. വെളിപ്പാട് പുസ്തകം 3:4 ദയവായി ഒന്ന് നോക്കിയാലും. വെളിപ്പാട് 3:4. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. വായിച്ചു. അവർ യോഗ്യമാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ഈ ലോകത്തിന്റെ ആരംഭത്തിങ്കൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിങ്കൽ ഒരു ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതുകൊണ്ട് ദൈവത്തോടുകൂടെ നടന്നവരുടെ എണ്ണം തീർന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ, വേദപുസ്തകത്തിന്റെ അവസാനത്തിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കിക്കൊണ്ട് തമ്പുരാന് പറയാനുള്ളത്, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. മലിനപ്പെട്ട അനേകരുടെ നടുവിൽ മലിനപ്പെടാത്ത ചിലരുള്ളതിനാൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർദീസിലുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ ഇന്ന് പകൽ ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് യോഗ്യത ഉള്ളവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അവർ യോഗ്യന്മാരാകയാൽ
വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. കർത്താവേ, അങ്ങയോടുകൂടെ നടക്കുന്നവർ ആദ്യ നൂറ്റാണ്ട് കൊണ്ട് തീർന്നില്ല, പഴയ നിയമം കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങയോടുകൂടെ നടക്കുവാൻ അടിയനെയും വിളിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തോടുകൂടെ നടക്കുവാൻ കമ്മിറ്റ്മെന്റ് ഉള്ള ദൈവവൈതലെ, നിങ്ങളെ ദൈവകൃപയിൽ ഏൽപ്പിച്ചു വിടുവാൻ ഇന്ന് പകൽ കർത്താവിൽ ഞാനും താല്പര്യപ്പെടുന്നു. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു വാചകമാണ്, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു പാവന ജീവിതത്തിന് വേണ്ടി ദൈവത്തോട് കൂടെ നടക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവത്തോട് കൂടെ നടക്കുവാൻ ആ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചു. സർദീസിലുള്ള ചിലരെ കുറിച്ച് പറഞ്ഞു, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത, ഇറ്റ്സ് എ സ്പെസിഫിക് ടേം, ദൈവവചനമല്ലേ. ഇതിനകത്ത് ചിലർ പറയാറുണ്ട്, ഇവനെ ഇങ്ങനെ എന്താ ഇടയ്ക്ക് വല്ലാത്ത വർത്താനമൊക്കെ പറയും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അകം പരിശുദ്ധമാണെന്നേ. അകം പരിശുദ്ധമായ കുറേ പേരെ നടത്തുമെന്ന് അല്ല തമ്പുരാൻ പറഞ്ഞ ഉടുപ്പ് മലിനമാകാത്തതിൻ്റെ കാര്യമാണ്. പുറമേ കണ്ടാലും അങ്ങനെ തന്നെ, അകമേ ഉള്ളത് തന്നെ വെളിയിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. അകത്തൊന്നും പുറത്ത് വേറൊന്നുമായി ഡബിൾ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുന്നവനല്ല എൻ്റെ ദൈവമെന്നാണ് എൻ്റെ വിശ്വാസം. ഡബിൾ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കാത്തവനായ ദൈവം അകത്തിന്റെ നിർമ്മലത പുറത്തും തരാൻ ശക്തനാ. പുറത്ത് നിർമ്മലത ഉണ്ടെങ്കിൽ അകത്തേക്ക് അത് കയറ്റുവാൻ എൻ്റെ ദൈവം ശക്തനാ. അകവും പുറവും നിർമ്മലരായി ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, ഒത്തിരി ഇല്ല, കുറെ പേർ സർദീസിൽ നിനക്കൊണ്ട്. അവർ യോഗ്യന്മാരാകയാൽ, അവർ ദൈവത്തോടുകൂടെ നടക്കുവാൻ യോഗ്യതയുള്ളവരാകയാൽ ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ യോഗ്യന്മാരാകയാൽ ഇന്ന് പകലെ യോഗ്യതയിലേക്ക് ദൈവം നമ്മിച്ചവരെ കൊണ്ടുവരട്ടെ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട്